അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. പത്രോസിനെ ഹെരോദ രാജാവ് ജയിലിൽ പിടിച്ചടച്ചിരിക്കുകയാണ്. പത്രോസിനെ ഹെരോദ രാജാവ് ജയിലിൽ പിടിച്ചടച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അവനെ തലയെ വെട്ടിയെടുക്കാൻ വേണ്ടി. ഹാലേലൂയ. അവന്റെ സഹോദരൻ യാക്കോബിനെ പിടിച്ചെന്ത് ചെയ്തു? ശിവദാസന്റെ തലയെ വെട്ടിയെടുത്തു. ഹാലേലൂയ. അതേപോലെ പത്രോസിനെ പിടിച്ച് തലയെ വെട്ടാൻ വേണ്ടി ഹെരോദ രാജാവ് പത്രോസിനെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഹാലേലൂയ. പത്രോസിനെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടിരിക്കുകയാണ്. അത് നാളെ നേരം വെളുക്കുമ്പോൾ പത്രോസിനെ ജനത്തിന് മുമ്പിൽ നിർത്തി വിസ്തരിച്ച് അവന് തലയെ വെട്ടണം. അതാണ് ഹെരോദ രാജാവിന്റെ പദ്ധതി. ഹാലേലൂയ. ഇങ്ങനെ അവൻ കിടക്കുമ്പോൾ ഹാലേലൂയ അവനെ ഏറ്റവും ഉള്ളിലുള്ള ജയിലിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ഹാലേലൂയ. കൂടാതെ അവന്റെ ചുറ്റും 4 പട്ടാളക്കാരെ തോക്കും കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ഹാലേലൂയ. അവന്റെ കയ്യിലും കാലിലൊക്കെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. കയ്യിലും കാലിലും ചങ്ങല കൊണ്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. ഹാലേലൂയ. കാരണം ഒന്നേ ഉള്ളൂ, പത്രോസിനെ ഒരിക്കലും പുറത്തു വിടാൻ പാടില്ല. നാളെ നേരം വെളുക്കുമ്പോൾ എന്ത് ചെയ്യണം? അവന്റെ തലയെ വെട്ടിയെടുക്കണം. ഹാലേലൂയ. നാളെ നേരം വെളുക്കുമ്പോൾ അവന് തലയെ വെട്ടിയെടുക്കാൻ വേണ്ടി പത്രോസിനെ എന്ത് ചെയ്യാണ്? ഹെരോദ രാജാവ് ജയിലിൽ പിടിച്ചടച്ചിട്ടിരിക്കുകയാണ്. ഹാലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, ഈ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലം. യാക്കോബിന്റെ സഹോദരനായ യാക്കോബിന്റെ തലയെ വെട്ടിയെടുത്തു ഹെരോദ രാജാവ്. ഇനി പത്രോസിനെ തലയെ വെട്ടിയെടുക്കാൻ പോവുകയാണ്. ഹാലേലൂയ. യേശു കഴിഞ്ഞ അടുത്ത സ്ഥാനമാണ് പത്രോസിനുള്ളത്. ഹാലേലൂയ. ആ പത്രോസിനെ തലയെ വെട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഹെരോദ രാജാവ് എന്ത് ചെയ്ത്? പത്രോസിനെ ജയിലിലാക്കിയത്. ഹാലേലൂയ. പ്രശ്നം സങ്കീർണമായിരിക്കുമ്പോൾ ഹാലേലൂയ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, പ്രശ്നങ്ങൾ ഏറ്റവും സങ്കീർണമായിരിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കരുത്. അവിടെ പത്രോസിനെ എന്ത് ചെയ്തു? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹാലേലൂയ. ഒരു കൂട്ടം പേർ ഒരുമിച്ച് എന്ത് ചെയ്തു? ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹാലേലൂയ. മർക്കോസിന്റെ മാളികപ്പുറയിൽ എല്ലാവരും കൂടെ ഇരുന്ന് എന്ത് ചെയ്തു? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹാലേലൂയ. കാരണം നാളെ നേരം വിളിക്കുമ്പോൾ പത്രോസിനെ തലയെ വെട്ടിയെടുക്കും. അന്ന് രാത്രി അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവരെന്ത് ചെയ്യുന്നു? രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹാലേലൂയ. അവരെല്ലാവരും ഒരുമിച്ച് കൂടി എന്ത് ചെയ്തു? അവർ ഒരുമിച്ച് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹാലേലൂയ. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അവർ ഒരു മനസ്സോടുകൂടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹാലേലൂയ. അവർ ഒരു മനസ്സോടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹാലേലൂയ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രി അർദ്ധരാത്രി ആയപ്പോൾ ഒരു സംഭവം നടന്നു. ഹാലേലൂയ. പത്രോസ് സുഖാചരണ ഉറങ്ങുകയാണ്. ഹാലേലൂയ. പെട്ടെന്ന് ഒരു ദൂതൻ അവിടെ ഇറങ്ങി വരികയാണ്. ഹാലേലൂയ. പെട്ടെന്ന് എന്ത് ചെയ്യാണ്? സ്വർഗത്തിലെ ദൂതൻ കാരാഗ്രഹത്തിന്റെ അകത്ത് ഇറങ്ങി വരികയാണ്. ഹാലേലൂയ. ഈ വാക്ക് ചേർത്ത് പറയാമോ? പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഈ വാക്ക് ഭയങ്കര ഒരു പവർ ഉണ്ട്. ഹാലേലൂയ. പെട്ടെന്ന്. ഹാലേലൂയ. പെട്ടെന്ന് ഒരു സൈഡ് എന്ത് ചെയ്യാണ്? സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ഹാലേലൂയ. എല്ലാവരും ഒരു മനസ്സോടെ സഭ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹാലേലൂയ ഭാഗത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഹാലേലൂയ. അവർ ഈ സംഭവം അറിയുന്നില്ല. അവരെന്ത് ചെയ്തു? മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തോട് നിലവിളിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടി? പത്രോസിന്റെ തല വെട്ടാൻ പാടില്ല. ദൈവമേ, നീ അവരെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ഹാലേലൂയ. അപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നു. ഹാലേലൂയ. പെട്ടെന്ന് പറ. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഹാലേലൂയ. ദൈവത്തിന് അവിടെ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ഹാലേലൂയ. കാരണം സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. ഹാലേലൂയ. ഇനി പത്രോസിന്റെ തലമുടി വെട്ടിയെടുത്താൽ ഇനി മുമ്പിലോട്ട് പോകാൻ കഴിയത്തില്ല. ഹാലേലൂയ. ഇതാ ദൈവത്തിന് സന്നിധിയിൽ ഒരു കൂട്ടം പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാലേലൂയ. നിങ്ങൾ ഇതേപോലെ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? ഹാലേലൂയ. ഞാൻ പറയാം, നിങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവപ്രവൃത്തി നിങ്ങളുടെ വീട്ടിൽ
ഇതിന്റെ അകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പെട്ടെന്ന് സ്വർഗ്ഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്യാണ്? പത്രോസിന്റെ തട്ടി എണീപ്പിക്കുന്നു. പത്രോസേ, നീ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പത്രോസിന് ഭയങ്കര ഉറക്കമാണ്. ഹല്ലേലൂയ. അവനെ ഏറ്റവും അകത്തെ കടവിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 3 ഗേറ്റുകൾ കഴിഞ്ഞിട്ട് ഏറ്റവും ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്? പത്രോസിനെ പാർപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു തരത്തിൽ രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. ഹല്ലേലൂയ. പത്രോസിനെ ആരെങ്കിലും പോയി രക്ഷപ്പെടാൻ വിചാരിക്കുന്നത് നടക്കത്തില്ല. കാരണം അപ്പുറം ഇപ്പോൾ 2 പട്ടാളത്തിയാ തോക്കും പിടിച്ചോണ്ടിരിപ്പുണ്ട്. ഹല്ലേലൂയ. ആരെങ്കിലും വന്നാൽ വെടിവെച്ചിടാൻ വേണ്ടി തോക്കും പിടിച്ചോണ്ടിരിപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പൊ 2 പേര് ഇപ്പുറത്ത് നിൽപ്പുണ്ട്, 2 പേര് അപ്പുറത്ത് നിൽപ്പുണ്ട്. അതിന്റെ നടുവിലാണ് പത്രോസ് കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി അവൻ കിടന്ന് ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ദൂതൻ ഇറങ്ങി വന്ന് അവനെ തട്ടി ഉണർത്തുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഹല്ലേലൂയ. ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാത്ത അവസ്ഥ. ഹല്ലേലൂയ. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോൾ സ്വർഗ്ഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചോ? ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലെ ദൂതൻ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഞാൻ പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ കാര്യം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇനി ഒന്നും നടക്കത്തില്ല എന്ന് വിചാരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഭയങ്കര പദ്ധതി. ഞാൻ നിങ്ങളോട് പറയാം, ഇറങ്ങി വന്നിട്ടുണ്ട്. ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവത്തിന് ഭയങ്കര വ്യാപരിക്കുകയാണ്. ആ ദൈവത്തിന് ഭയങ്കര ഇത് അവൻ കിടന്ന് ഉറങ്ങുമ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് കിടന്ന് ഉറങ്ങുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് കിടന്ന് ഉറങ്ങുന്ന പത്രോസിനെ തട്ടി ഉണർത്തി, പത്രോസേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പത്രോസ് ചാടി എഴുന്നേറ്റു. ഹല്ലേലൂയ. പത്രോസ് അറിയുന്നില്ല ദൂതനാണ് വിളിച്ചുണർത്തുന്നതെന്ന്. ഹല്ലേലൂയ. പത്രോസ് ചാടി എഴുന്നേറ്റപ്പോൾ തന്നെ അവന്റെ കയ്യിലും കാലിലും ഉണ്ടായിരുന്ന ചങ്ങലകൾ താനെ അഴിഞ്ഞു വീണു. ഹല്ലേലൂയ. അവന്റെ കയ്യിലും കാലിലും ഉണ്ടായിരുന്ന ചങ്ങലകൾ താനെ അഴിഞ്ഞു വീണു. ഹല്ലേലൂയ. അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന പട്ടാളക്കാർ പോലും അറിയാതെ ദൂതൻ എന്ത് ചെയ്തു? അവനോട് പറയുകയാണ്, പത്രോസേ, നീ എഴുന്നേൽക്കാം, നിന്റെ വസ്ത്രം നേരെ ഉടുക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. നിന്റെ അര മുറുക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അവൻ വസ്ത്രം എടുത്ത് നേരെ ഉടുത്തുകൊണ്ട് ഈ ദൂതന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പത്രോസ് കിടന്ന ജയിലിന്റെ മുമ്പിലുള്ള 1ാമത്തെ ഇരുമ്പ് വാതിൽ താനെ തുറന്നു. ഹല്ലേലൂയ. അവർക്ക് മുമ്പിൽ അടച്ചു വച്ചിരുന്ന 1ാമത്തെ ഇരുമ്പ് വാതിൽ താനെ തുറന്നു. ഹല്ലേലൂയ. വീണ്ടും നടക്കാൻ തുടങ്ങി. അടുത്ത ഡോറിന്റെ മുമ്പിൽ പോയി 2ാമത്തെ ഇരുമ്പ് വാതിൽ താനെ തുറന്നു. ഹല്ലേലൂയ. അടുത്ത് വീണ്ടും നടക്കണം. ഹല്ലേലൂയ. വീണ്ടും നടന്നു. 3ാമത്തെ ഇരുമ്പ് വാതിൽ താനെ തുറന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം പത്രോസിനെ കൊല്ലാൻ വേണ്ടി അടച്ചിട്ടിരുന്ന ഹെരോദ രാജാവിന്റെ കയ്യിൽ നിന്ന് ദൈവം പത്രോസിനെ വിടുവിച്ചു. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറ, പെട്ടെന്ന് സ്വർഗ്ഗത്തിലെ ദൂതൻ ആ ജയിലിനകത്ത് ഇറങ്ങി വന്നു. അതേപോലെ ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൂതൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആരെങ്കിലും പറ, എനിക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൂതൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന്, ഞാൻ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് എന്റെ പുറത്തു കൊണ്ടുവരാൻ സ്വർഗ്ഗത്തിലെ ദൂതൻ ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നാളെ നേരം വിളിക്കുമ്പോൾ പത്രോസിന്റെ തലയെ വെട്ടിയെടുക്കാനാണ് ഹെരോദ രാജാവിന്റെ പദ്ധതി. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി അവനെ മരണത്തിന് വിട്ടുകൊടുക്കാനല്ല, അവനെ പുറത്തു കൊണ്ടുവരാനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പിശാചിന്റെ പദ്ധതി നിങ്ങളെ കൊല്ലണമെന്നാണ്. ഹല്ലേലൂയ. മറ്റുള്ള ബന്ധുക്കളുടെ പദ്ധതി, നാട്ടുകാരുടെ പദ്ധതി നിങ്ങളുടെ മരണം കാണണമെന്നാണ്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി മരണത്തിന് വിട്ടുകൊടുക്കാതെ, പിശാചിന് വിട്ടുകൊടുക്കാതെ നിങ്ങളെ പുറത്തു കൊണ്ടുവരിക എന്നാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു, എത്ര പേർ വിശ്വസിക്കുന്നു? പെട്ടെന്ന് 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 ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. പറ പെട്ടെന്ന് പെട്ടെന്ന് എന്റെ ജീവിതത്തിൽ അത് വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. പറ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? പറ പെട്ടെന്ന് എന്റെ കടഭാരം മാറുകയാണ്. പെട്ടെന്ന് എന്റെ പ്രശ്നങ്ങൾ മാറുകയാണ്. പെട്ടെന്ന് എന്റെ രോഗങ്ങൾ മാറുകയാണ്. പെട്ടെന്ന് എന്റെ എല്ലാ പ്രശ്നങ്ങളും എന്നെ വിട്ട് മാറുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ പറയാം, വസ്തു പറ പെട്ടെന്ന് എനിക്ക് വസ്തു വരികയാണ്. പെട്ടെന്ന് എനിക്ക് വീട് വരികയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യം പറ പെട്ടെന്ന് നടക്കാൻ പോവുകയാണ്. പറ പെട്ടെന്ന് 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 നടക്കാൻ പോകണം. ഹല്ലേലൂയ. പെട്ടെന്ന് നടക്കാൻ പോകണം. പറ പെട്ടെന്ന് നടക്കാൻ പോവുകയാണ്. പെട്ടെന്ന് നടക്കാൻ പോകണം. എന്താവശ്യം പറ ഇന്ന് പകൽക്കാലം പെട്ടെന്ന് നടക്കാൻ പോവുകയാണ്. പറ പെട്ടെന്ന് നടക്കാൻ പോകണം. പെട്ടെന്ന് നടക്കാൻ, പെട്ടെന്ന് നടക്കാൻ പോകണം. പെട്ടെന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്ക് സ്വർഗ്ഗം ഇറങ്ങി പെട്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ മറുഭാഗത്ത് പെട്ടെന്ന് പെട്ടെന്ന്. ഹല്ലേലൂയ. പെട്ടെന്ന് പെട്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാണ്? സഭയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം കൊടുത്തതുപോലെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, പെട്ടെന്ന് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. പെട്ടെന്ന് ദൈവത്തിന്റെ അത്ഭുതം ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതാ ഇവിടെ പറയുന്നത്, അങ്ങനെ അവൻ പിന്നാലെ ചെന്ന് ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം അറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ ഒന്നാം കാവലും രണ്ടാമത്തത് കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. ഹല്ലേലൂയ. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്ന് എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പത്രോസ് പറയുകയാണ്, ഇതാ കർത്താവ് എന്നെ തന്റെ ദൂതനെ അയച്ച് എന്നെ വിടുവിച്ചിരിക്കുകയാണ്. ഹെരോദ രാജാവിന്റെ കയ്യിൽ നിന്ന് യഹൂദ ജനത്തിന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ചു എന്ന് ഞാൻ വാസ്തവമായി അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിൽ നിങ്ങൾ എത്ര പേര് ഈ ദൂത് തിരിച്ചറിയുന്നുണ്ടോ എന്ന് പറ. കർത്താവ് എന്നെ തന്റെ ദൂതനെ അയച്ച് ഹെരോദ രാജാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു എന്ന് ഞാൻ വാസ്തവമായി അറിയുന്നു. പറ, എന്റെ കർത്താവ് എല്ലാ കടഭാരത്തിൽ നിന്നും, എല്ലാ രോഗത്തിൽ നിന്നും, എല്ലാ പ്രശ്നത്തിൽ നിന്നും, പിശാചിന്റെ കയ്യിൽ നിന്ന് ദൈവം എന്നെ വാസ്തവമായി വിടുവിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. എത്ര പേർ അറിയുന്നു? എത്ര പേർ അറിയുന്നു? എത്ര പേർ പറയുന്നു? എത്ര പേർ തിരിച്ചറിഞ്ഞ് പറ, എന്റെ ദൈവം എന്നെ എന്റെ കടഭാരത്തിൽ നിന്ന്, എന്റെ രോഗത്തിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് വാസ്തവമായി ദൈവത്തിന്റെ ദൂതനെ അയച്ച് എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. സ്വർഗ്ഗത്തിലെ ദൂതന്മാരുടെ ഇറങ്ങി നിൽപ്പണ്ട, സ്വർഗ്ഗത്തിലെ ദൂതന്മാരുടെ ഇറങ്ങി നിൽപ്പണ്ട, സ്വർഗ്ഗത്തിലെ ദൂതന്മാരുടെ ഇറങ്ങി നിൽപ്പണ്ട. ഈ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, ഈ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. അത് നമ്മൾ കണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി, സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവം വെളിപ്പെടാൻ തുടങ്ങി. അതേപോലെ ഇന്ന് പകൽക്കാലം നമ്മൾ സഭയായി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവപ്രവൃത്തി വേഗം കാണാൻ പോവുകയാണ്. പെട്ടെന്ന് പറ, പെട്ടെന്ന് നമ്മ ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. പെട്ടെന്ന് നമ്മ ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. പെട്ടെന്ന് നമ്മ ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. പെട്ടെന്ന് ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. സ്വർഗ്ഗത്തിലെ ദൂതൻ ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതന്മാരുടെ ഇറങ്ങിയപ്പോൾ എത്ര പേർ ആത്മാവിൽ കാണുന്നുണ്ട്? എത്ര പേർ ആത്മാവിൽ കാണുന്നുണ്ട്? എത്ര പേർ ആത്മാവിൽ കാണുന്നുണ്ട്? ഈ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ മുഴുവൻ സ്വന്തം ദൂതന്മാരെ ഒന്ന് ഇറങ്ങിയിരിപ്പണ്ട. ഈ ഹാളിന് ചുറ്റും, ഹാളിനകത്തും പുറത്ത് ദൂതന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ഹാളിനകത്തും പുറത്ത് സ്വർഗ്ഗത്തിലെ ദൂതന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സ്വർഗ്ഗ ദൂതന്മാരുടെ ഇറങ്ങി നിൽപ്പണ്ട. ആ ദൂതന്മാർ നിങ്ങൾക്ക്
വേണ്ടി ഇന്ന് പകൽക്കാലം അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഹല്ലേലൂയ. പത്രോസ് പറയുകയാണ്, ഹെരോദ രാജാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ കയ്യിൽ നിന്നും കർത്താവ് തന്റെ ദൂതനെ അയച്ച് വാസ്തവമായി എന്നെ വിടുവിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഞാനിപ്പോൾ അറിയുന്നു. ഹലോ, നിങ്ങൾ അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നിങ്ങളെ വാസ്തവമായി അറിയുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. യഹൂദ ജനത്തിന് സകല പ്രതീക്ഷത്തിന് വിടുവിച്ചു എന്ന് ഇപ്പോൾ ഞാൻ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് മറുപേരുള്ള യോഹന്നാൻ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവൻ പടിപ്പുര വാതിൽക്കൽ മുട്ടിയാറെ രോദ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന് ശബ്ദം തിരിച്ചറിഞ്ഞ് സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടിപ്പോയി. ഹല്ലേലൂയ. അവൻ ജയിലിന് നേരെ പോയത് തന്നെ വിടുവിക്കണമേ എന്ന് പുറത്തിറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരു കൂട്ടം പേരുണ്ടായിരുന്നു. ഹല്ലേലൂയ. മർക്കോസിന്റെ വീട്ടിലേക്ക് എന്ത് ചെയ്തു? പത്രോസ് നേരെ പോയി. ഹല്ലേലൂയ. പത്രോസിന്റെ വീട്ടിൽ തന്റെ ആ മാളിക മുറിയിൽ തനിക്ക് വേണ്ടി ഒരു കൂട്ടം പേര് പ്രാർത്ഥിക്കുകയാണ്. കാരണം പത്രോസിന്റെ തല വെട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവമേ, ഹെരോദ രാജാവിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ പത്രോസിനെ വിടുവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മർക്കോസിന്റെ വീട്ടിൽ ഒരു കൂട്ടം പേര് പ്രാർത്ഥിക്കുകയാണ്. ആ വീട്ടിലേക്ക് എന്ത് ചെയ്തു? പത്രോസ് പോയി ആ വാതിൽ മുട്ടിയപ്പോൾ രോദ എന്ന് രാത്രിയാണ്, രാത്രി 2 മണിയോളം സമയമായി. അപ്പോൾ വാതിൽ പോയി മുട്ടുകയാണ്. അപ്പോൾ രോദ എന്ന് പറയുന്ന പെൺകുട്ടി ഓടി വന്ന് വാതിൽ തുറക്കാൻ വേണ്ടി വന്നു. പത്രോസിന്റെ ശബ്ദം കേട്ടിട്ട് വാതിൽ തുറക്കാതെ സന്തോഷത്തോടെ തിരിച്ചുപോയി. ഹല്ലേലൂയ. അകത്ത് പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും വിളിച്ചു, നിങ്ങൾ എല്ലാവരും പുറത്തു വരാൻ പറഞ്ഞു. ഇതുപോലെ പത്രോസിൽ വാതിൽക്കത്ത് മുട്ടുന്നു എന്ന് പറഞ്ഞു. പടിപ്പുര വാതിൽക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവർ അവളോട്, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ, അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ, അവന്റെ ദൂതനാകുന്നെന്ന് അവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അവർ തുറന്നപ്പോൾ അവനെ കണ്ടു വിസ്മയിച്ചു. അവൻ മിണ്ടാതിരിപ്പാൻ അവൻ ആഗ്യം കാട്ടി. കർത്താവ് തന്റെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോട് ശേഷം സഹോദരന്മാരുടെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് വേറെ സ്ഥലത്തേക്ക് പോയി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ആ സഭയ്ക്കകത്ത്, ആ മർക്കോസിന്റെ വീട്ടിന്റെ അകത്ത് ഒരു കൂട്ടം പേര് പ്രാർത്ഥിക്കുകയാണ്. ആ രാത്രി തന്നെ ദൈവം അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. നിങ്ങൾ വിശ്വസിക്കുന്നു? ഒരു കൂട്ടം പേർ ഏക മനസ്സോടെ പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചവർക്ക് അതിന്റെ മറുപടി ദൈവം ജയിലിൽ കിടന്ന പത്രോസിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കി അവിടെ മുമ്പിൽ കൊണ്ട് നിർത്തിക്കൊടുത്തു. നിങ്ങൾ വിശ്വസിക്കുന്നു? വിശ്വസിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ ഇതേപോലെ മറുപടി നിങ്ങൾ കാണും. ഹല്ലേലൂയ. ആ മർക്കോസിന്റെ വീട്ടിന്റെ അകത്ത് പത്രോസിനെ വിടുവിക്കാൻ വേണ്ടി ഒരു കൂട്ടം പേർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ദൈവം ഇറങ്ങി തന്റെ ദൂതനെ അയച്ച് വിടുവിച്ച് ആ പത്രോസിനെ ജയിലിന്റെ അകത്ത് നിന്ന് പുറത്തിറക്കി. ഹല്ലേലൂയ. ഇതാ ഈ പ്രാർത്ഥിച്ച ജനത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിക്കൊടുത്തു. ഹല്ലേലൂയ. അതേപോലെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തോടു കൂടിയാണോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. കരങ്ങളടിച്ചത് ദൈവത്തെ സ്തുതിക്ക്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഇന്ന് പകൽക്കാലം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. നിങ്ങളുടെ നിലവിളിക്ക് മറുപടി ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നിങ്ങൾ കാണാൻ പോകുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി കണ്ണിന്റെ മുമ്പിൽ കാണാൻ വേണം. മാസങ്ങളായി, വർഷങ്ങളായി നിങ്ങൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ മറുപടി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ പോകുകയാണ്. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹത്തിന്റെ അകത്ത് ഇറങ്ങി. അതേപോലെ പെട്ടെന്ന് എനിക്ക് വേണ്ടി എന്റെ ദൂതൻ ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ എന്റെ പ്രാർത്ഥനയുടെ മറുപടി കാണും.
പെട്ടെന്ന് ഞാൻ പ്രാർത്ഥനയുടെ മറുപടി കാണും. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് പെട്ടെന്ന് ഞാൻ മറുപടി കാണും. പറ, പെട്ടെന്ന് മറുപടി കാണും. പെട്ടെന്ന് മറുപടി കാണും. പറ, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. വിശ്വാസം പറ, പെട്ടെന്ന്. ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല, ഒരു മാസം കഴിഞ്ഞിട്ടല്ല, പെട്ടെന്ന്. പറ, പെട്ടെന്ന് ഞാൻ പ്രാർത്ഥനയുടെ മറുപടി കാണും. പറ, പെട്ടെന്ന് ഞാൻ പ്രാർത്ഥനയുടെ മറുപടി കാണും. പെട്ടെന്ന് എൻ്റെ കടഭാരം മാറും. പെട്ടെന്ന് എൻ്റെ രോഗം മാറും. പെട്ടെന്ന് എൻ്റെ പ്രശ്നങ്ങൾ മാറും. പെട്ടെന്ന് എൻ്റെ മക്കളുടെ പ്രശ്നങ്ങൾ മാറും. പെട്ടെന്ന് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറും. പറ, പെട്ടെന്ന് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി എൻ്റെ ദൈവമനെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. വസ്തു വാങ്ങാത്ത പറ, പെട്ടെന്ന് നമ്മൾ വസ്തു വാങ്ങും. പെട്ടെന്ന് വീട് വെക്കും. നിങ്ങൾ പറ, പെട്ടെന്ന് വസ്തു വാങ്ങും. പെട്ടെന്ന് നമ്മൾ ചർച്ച വായിക്കും. ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. പറ, പെട്ടെന്ന് 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 നമ്മൾ അത്ഭുതങ്ങൾ കാണും. പറ, പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ അത്ഭുതങ്ങൾ കാണും. പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ അത്ഭുതങ്ങൾ കാണും. പറ, പെട്ടെന്ന് പെട്ടെന്ന്. പറ, പെട്ടെന്ന് പെട്ടെന്ന്. അധികം താമസമില്ല. പെട്ടെന്ന് നമ്മുടെ കടഭാരങ്ങൾ മാറും. പെട്ടെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ മാറും. പെട്ടെന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുതരാം. എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു? എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ചെന്ന് ദൈവത്തെ സ്തുതിക്കുക. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ചെന്ന് ദൈവത്തെ സ്തുതിക്കുക. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ചെന്ന് ദൈവത്തെ സ്തുതിക്കുക. പെട്ടെന്ന് 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 ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. പെട്ടെന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. പെട്ടെന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഫാദറെ, ആ ദൈവത്തിന്റെ കര ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിക്കുകയാണ്. സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ ദൂതൻ ഇറങ്ങി പത്രോസിനെ ജയിലിൽ കിടന്ന പത്രോസിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കി ഹല്ലേലൂയ പ്രാർത്ഥിച്ച സഭയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയതുപോലെ ഇന്ന് പകൽക്കാലം പെട്ടെന്ന് ഒരു ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. പറ, പെട്ടെന്ന് ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. പറ, പെട്ടെന്ന് ഞാൻ ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. ഞാൻ കരയുന്ന വിഷയത്തിന്, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് പെട്ടെന്ന് ഒരു ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. പെട്ടെന്നൊരു മറുപടി ഞാൻ കാണാൻ പോവുകയാണ്. പറ, പെട്ടെന്നൊരു മറുപടി ഞാൻ കാണാൻ പോവുകയാണ്. പെട്ടെന്നൊരു മറുപടി ഞാൻ കാണാൻ പോവുകയാണ്. പെട്ടെന്നൊരു മറുപടി ഞാൻ കാണാൻ പോവുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മറുപടി പെട്ടെന്ന് ഞാൻ കാണാൻ പോവുകയാണ്. പെട്ടെന്ന് ഞാൻ കാണാൻ പോവുകയാണ്. പെട്ടെന്ന്. പറ, പെട്ടെന്ന്. ഇനി അധിക ദിവസമല്ല. പറ, പെട്ടെന്ന്. പറ, പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ മറുപടി കാണും. പെട്ടെന്ന്. ഹല്ലേലൂയ. സഭ പ്രാർത്ഥിച്ചു. ആ ഒറ്റ രാത്രി തന്നെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഒരൊറ്റ രാത്രിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഒന്നേ ഉള്ളൂ കാരണം, അവർ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവർ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു മനസ്സോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറിയുടെ വ്യാപരിക്കുകയാണ്. നിങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമ്മൾ ഒരു മനസ്സോടെ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ കടഭാരങ്ങൾ മാറണം, രോഗങ്ങൾ മാറണം, പ്രശ്നങ്ങൾ മാറണം. വീടില്ലാത്ത വീട് വേണം, വസ്തു വാങ്ങണം. നമുക്ക് എത്രയും വസ്തു വാങ്ങണം, ചർച്ച വായിക്കണം. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ, പ്രശ്നങ്ങളെല്ലാം മാറണം. ഇന്ന് പകൽക്കാലം ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ മക്കൾക്ക് വിവാഹാലോചന വരാത്തവർക്ക് വിവാഹാലോചന വരണം. ഗൾഫിൽ പോകുന്ന വിസ വരാത്തവർക്ക് വിസ വരണം. ജോലിയിൽ നിൽക്കുന്നവർക്ക് ജോലി ലഭിക്കണം. നിങ്ങളുടെ എന്തൊക്കെ വിഷയമുണ്ടോ എല്ലാത്തിനും ഇന്ന് പകൽക്കാലം മറുപടി കർത്താവ് തരാൻ പോവുകയാണ്. നമുക്ക് എല്ലാവരും ഫ്രണ്ടിലോട്ട് വരാം. ബാക്കിയിരിക്കുന്ന ഈ ഫ്രണ്ടിലെല്ലാം നിൽക്കാൻ പറ്റില്ല. എല്ലാവരും ഫ്രണ്ടിലോട്ട് വന്നാട്ടെ. എല്ലാവരും ഫ്രണ്ടിലോട്ട് വരാമോ? എല്ലാവരും ഫ്രണ്ടിലോട്ട് വന്നെങ്കിൽ ഈ ഫ്രണ്ടിലെല്ലാം വന്നെങ്കിൽ എല്ലാവരും ഫ്രണ്ടിലെല്ലാം വന്നെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറിയുടെ വ്യാപരിക്കണം. എല്ലാവരും കരങ്ങൾ ചേർത്ത് പിടിച്ചു വിടുമ്പോൾ വരിയാ നിൽക്കാമോ? നമുക്ക് വരിയാ നിന്ന് ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ പാടും. എല്ലാവരും ഒറ്റ വരി എടുക്കുക. എല്ലാവരും ഒറ്റ നമ്മുടെ നിൽക്കുക. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പാടും. ഒരു മനസ്സോടെ
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ എല്ലാവരും ഒരു മനസ്സിലാവും വരി നിൽക്കുക എല്ലാവരും വരി ഒറ്റ വരി എടുത്തെങ്കിൽ ഒറ്റ വരി എടുത്തെങ്കിൽ ഹല്ലേലൂയ ഇപ്പോൾ തന്നെ എല്ലാവരും ഒരു മനസ്സോട് നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കാൻ പാടില്ല. എല്ലാവരും ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇല്ലാതെ വ്യാപരിക്കണം. ഭയങ്കരമായ ദൈവശക്തിയുടെ ചലിക്കാൻ പോകണം. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടണം. ഹല്ലേലൂയ. സഭ ഒരു മനസ്സോട് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ അത്ഭുതം കണ്ടതുപോലെ കർത്താവേ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ കടഭാരങ്ങൾ മാറണം, എല്ലാവരുടെ പ്രശ്നങ്ങൾ മാറണം, എല്ലാവരുടെ രോഗങ്ങൾ മാറണം, ഇവർ അനുഭവിക്കുന്ന എല്ലാ വേദനകളും മാറണം. എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവേ, അപ്പുറം ഇപ്പുറം നിൽക്കുന്നവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറണം. ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാ കടഭാരങ്ങളും മാറട്ടെ, എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ. വിവാദന ദൈവത്തിന്റെ കരം ഇതിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. എല്ലാവരുടെ മേലും ദൈവപ്രവൃത്തി വ്യാപരിക്കണം. യേശുവിന്റെ നാമം വിവാദന ഇതിന് ഭയങ്കര മഹത്വം വ്യാപരിക്കണം. വിവാദന എല്ലാവരും പ്രാർത്ഥിക്കും. വിവാദന ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വ്യാപരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം ഇറങ്ങി വിവാദന അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. കർത്താവേ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ പ്രശ്നങ്ങൾ മാറട്ടെ, എല്ലാവരുടെ കടഭാരങ്ങൾ മാറട്ടെ, എല്ലാവരുടെ രോഗങ്ങൾ മാറട്ടെ, എല്ലാവരുടെ വീട്ടിന്റെ അകത്തെ പ്രശ്നങ്ങൾ മാറട്ടെ, മക്കളുടെ പ്രശ്നങ്ങൾ മാറട്ടെ, ഭർത്താവിന്റെ പ്രശ്നങ്ങൾ മാറട്ടെ, എല്ലാവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറട്ടെ. വിവാദന ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, നീ ഇപ്പൊ തൊടണപ്പ. യേശുവേ, നീ ഇപ്പൊ തൊടണം. ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കരം ചലിക്കുന്നു. എല്ലാവരുടെ മേലും സ്വർഗ്ഗം ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുകയാണ്. സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചപ്പോൾ ജയിലിൽ കിടന്ന പത്രോസിനെ ദൈവം പുറത്തു കൊണ്ട് വന്നതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ഭയങ്കര മകൻ വിഭാതന വ്യാപരിക്കുന്നു. വിഭാതന സ്വർഗ്ഗം ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മകത്വം വിഭാതന സ്വർഗ്ഗം ഇറങ്ങി വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. സകല പിശാചിന്റെ കെട്ടുകൾ പൊട്ടുകയാണ്. നിങ്ങളുടെ അനുഗ്രഹം തടസ്സം വന്നിരിക്കുന്ന സകല പിശാചിന്റെ പ്രവൃത്തിയെ പൊട്ടുന്നു. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വ്യാപരിക്കുന്നു. കർത്താവ്, ഇവിടെ എല്ലാവരുടെ പ്രശ്നവും മാറണം, എല്ലാവരുടെ രോഗങ്ങളും മാറണം, എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ. വസ്തുവാകട്ടെ, വീട്ടിലെത്ര വീട് വെക്കട്ടെ. കർത്താവ്, ചർച്ചിന് എത്രയും വസ്തുവാകട്ടെ, എത്രയും ചർച്ച വെക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്ക്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്ക്. ദൈവത്തിന്റെ അത്ഭുത കര വ്യാപരിക്കുകയാണ്. സ്വർഗ്ഗം ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര വ്യാപരിക്കുന്നു. ഏക മനസ്സോടെ പ്രാർത്ഥിക്കട്ടെ. എല്ലാവരുടെ പ്രശ്നങ്ങൾ മാറട്ടെ, എല്ലാവരുടെ രോഗങ്ങൾ മാറട്ടെ, എല്ലാവരുടെ കടഭാരങ്ങൾ മാറട്ടെ, എല്ലാവരുടെ ദാരിദ്ര്യങ്ങൾ മാറട്ടെ, എല്ലാവരുടെ പ്രശ്നങ്ങൾ മാറട്ടെ, വീട്ടിലെ പ്രശ്നങ്ങൾ മാറട്ടെ, മക്കളുടെ പ്രശ്നങ്ങൾ മാറട്ടെ. ഇവിടെ എന്ത് ഭാരത്തോടെ ആയിരിക്കുന്നു എല്ലാ പ്രശ്നങ്ങളും ഈ ശക്തന് വിട്ടുമാറാൻ ഏൽപ്പിക്കുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറട്ടെ, വീട്ടിലെ ദാരിദ്ര്യങ്ങൾ മാറട്ടെ, കഷ്ടപ്പാടുകൾ മാറട്ടെ, ബുദ്ധിമുട്ട് മാറട്ടെ, എല്ലാ പ്രതികൂലങ്ങളും വിട്ടുമാറാൻ ഞാൻ കൽപ്പിക്കുന്നു. പിശാചിന്റെ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ രോഗബന്ധങ്ങളും ആഴിയട്ടെ, എല്ലാ മന്ത്രവാദങ്ങൾ തകരട്ടെ, ആവിധാനങ്ങൾ തകരട്ടെ, എല്ലാ പിശാച പ്രവർത്തികളും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ പൊട്ടിക്കുന്നു. വിളിക്കുക, യേശുവേ. ഇന്ന് പകൽക്കാലം ദൈവത്തെ വെളിപ്പെടുകയാണ്. പ്രാർത്ഥിക്കുക, വിളിക്കുക, യേശുവേ. വിവാദന ദൈവത്തെ വെളിപ്പെടുകയാണ്. പ്രാർത്ഥിക്കുക, യേശുവേ. ഇന്ന് പകൽക്കാലം എന്നെ വിടുവിക്കണമേ, എന്നെ രക്ഷിക്കണമേ. യേശുവേ, എന്നെ രക്ഷിക്കണമേ. വിവാദന ദൈവത്തെ വെളിപ്പെടുകയാണ്. കർത്താവേ, എന്നെ വിടുവിക്കണമേ, എന്നെ രക്ഷിക്കണമേ. യേശുവേ, യേശുവേ, എന്നെ വിടുവിക്കണമേ. യേശുവേ, എന്നെ രക്ഷിക്കണമേ. യേശുവ, എന്നെ രക്ഷിക്കണമേ. വിവാദന ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിഭാഗന
ദൈവശക്തി വ്യാപരിക്കുകയാണ്. വിഭാതന ദൈവശക്തി വ്യാപരിക്കണം. സ്വർഗം ഇറങ്ങി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര മകത്തോടെ വ്യാപരിക്കട്ടെ. വിഭാതന ദൈവത്തിന്റെ ഭയങ്കര മകത്തോടെ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിഭാതന ദൈവപ്രതി അയക്കണം. സ്വർഗത്തിന് ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിഭാതന ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വ്യാപരിക്കട്ടെ. വിഭാതന സ്വർഗം ഇറങ്ങി വിഭാതന അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വ്യാപരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം സ്വർഗം ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. 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 ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വ്യാപരിക്കുന്നു. വിഭാതന ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വ്യാപരിക്കുകയാണ്. വിഭാതന സ്വർഗം ഇറങ്ങി വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. ആ ദൈവത്തിന്റെ ഭയങ്കര മകത വിഭാതന വ്യാപരിക്കുകയാണ്. യേശുവിന്റെ വിഭാതന ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നു. സ്വർഗം ഇറങ്ങി വിഭാതന ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിഭാതന ദൈവശക്തി ചലിക്കുന്നു. വിഭാതന രോഗികളെല്ലാം സൗഖ്യമാവട്ടെ. ഭയങ്കരമായ അത്ഭുതങ്ങൾ നടക്കുകയാണ്. വിഭാതന ഭയങ്കരമായ അത്ഭുതം നടക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ചലിക്കുകയാണ്. വിഭാതന സ്വർഗ്ഗം ഇറങ്ങി വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ദൂതൻ ഇറങ്ങിയത് പോലെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് പകൽക്കാലം പെട്ടെന്ന് സ്വർഗ്ഗ ദൂതന്മാർ ഇറങ്ങുകയാണ്. പെട്ടെന്ന് ദൂതന്മാർ ഇറങ്ങുകയാണ്. പെട്ടെന്ന് ദൂതന്മാർ ഇറങ്ങുകയാണ്. പെട്ടെന്ന് ദൂതന്മാർ ഇറങ്ങുകയാണ്. വിഭാതന ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വ്യാപരിക്കുകയാണ്. വിഭാതന സ്വർഗ്ഗം ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മകത്വം ഇന്ന് പകൽക്കാലം വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കരങ്ങളെ അടിച്ച ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം കരങ്ങളെ അടിച്ച ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ ഭയങ്കര മകത്വം വിഭാതനോട് വ്യാപരിക്കുന്നു. ഓ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ ഇറക്കിയത് പോലെ ഇന്ന് പകൽക്കാലം ദൂതനുകൾ ഇറക്കുകയാണ്. ദൂതനുകൾ ഇറക്കുകയാണ്. ദൂതനുകൾ ഇറക്കുകയാണ്. ദൂതനുകൾ ഇറക്കുകയാണ്. ദൂതനുകൾ ഇറക്കുകയാണ്. സ്വർഗത്തിൽ ദൂതനുകൾ ഇറക്കുകയാണ്. ഇന്ന് പകൽക്കാലം പെട്ടെന്ന് 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 ഇവിടെ കടബാധകൾ മാറുകയാണ്. പെട്ടെന്ന് രോഗികൾ സൗഖ്യം ഈ സെക്കൻഡിൽ ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. സ്വർഗ ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. വിഭാതന ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് ദൂതന്മാർ ഇറങ്ങുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് ദൂതന്മാർ ഇറങ്ങുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് ദൂതന്മാർ ഇറങ്ങുകയാണ്. ഓ നിങ്ങളുടെ വീട്ടിനകത്ത് ദൂതന്മാർ ഇറങ്ങുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് ദൂതന്മാർ ഇറങ്ങുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് സ്വർഗ്ഗത്തിൽ ദൂതന്മാർ ഇറങ്ങിയാണ്. ആ ദൈവത്തിന്റെ ഭയങ്കര ജോലിയാവട്ടെ. ഇന്ന് മകൾക്കാണ് സ്വർഗ്ഗം ഇറങ്ങി. ഓ പെട്ടെന്ന് 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 ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. പെട്ടെന്ന് ദൈവപ്രവൃത്തി പെട്ടെന്ന് ദൈവപ്രവൃത്തി പെട്ടെന്ന് ദൈവപ്രവൃത്തി ഒരു കേക വിസ്ഫോടനം പോലെ വിസ്ഫോടനം പോലെ ഇന്ന് മകൾക്കാലം ദൈവപ്രവൃത്തി വേഗ വിസ്ഫോടനം പോലെ അനുഗ്രഹത്തിന് വേഗ വിസ്ഫോടനം ഇതിനകത്ത് പെയ്തിറങ്ങുകയാണ്. പരിശുദ്ധാത്മാവിൽ വേഗ വിസ്ഫോടനം ഇതിനകത്ത് പെയ്തിറങ്ങുകയാണ്. പെന്തക്കോസ്തിന്റെ മാതൃക കുടിക്കപ്പെട്ട ഒരു വേഗ വിസ്ഫോടനം ഉണ്ടായതുപോലെ ഇന്ന് മകൾക്കാലം ഒരു വേഗ വിസ്ഫോടനം ഈ ഭാരതത്തിൽ വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം മാറിക്കോട്ടിലെ മാളികൾ വെളിപ്പെട്ട ഒരു പെട്ടെന്ന് കൊടിയൊക്കെ കാണിച്ചതുപോലെ ആകാശം മുഴക്കമുണ്ടായി. അവർ കൂടിയിരുന്ന സ്ഥലം മുഴുവൻ നിറച്ചു. അഗ്നി താര പോലെ അവർ പ്രത്യക്ഷമായി. അവർ ഓരോരുത്തരുടെ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി നൽകിയത് പോലെ അന്യ ഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഭയങ്കരമായ മേഘവിസ്ഫോടനം വെളിപ്പെടുകയാണ്. ഒരു അനുഗ്രഹത്തിന്റെ പെരുമഴ അനുഗ്രഹത്തിന്റെ പെരുമഴ അനുഗ്രഹത്തിന്റെ പെരുമഴ അനുഗ്രഹത്തിന്റെ പെരുമഴ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ പെരുമഴ അഭിഷേക യോഗത്തെ വിളിച്ചു പറഞ്ഞു. ഞാൻ വെള്ളാമിന്റെ സ്നാനം കഴിപ്പിച്ചതേ ഉള്ളൂ. എന്റെ പിന്നാലെ ഒരുവർ കഴിഞ്ഞു. അവരുടെ പരിശുദ്ധാത്മാവിനാല് തീരാതെ സ്നാനം കഴിപ്പിക്കുക. ആ അഭിഷേകത്തിന്റെ പെരുമഴ ആ അഭിഷേകത്തിന്റെ മേഘവിസ്ഫോടനം ഇതിനകത്ത് പെയ്തിറങ്ങുകയാണ്.
ഇപ്പോഴത്തെ കരങ്ങളെ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് സകലക്കാരെ ഒരു ആദിത്യത്തിന്റെ പെട്ടെന്ന് 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 കൊടിയൊക്കെ കടിച്ചത് പോലെ ഇന്ന് മകൾക്കെതിരെ പെട്ടെന്ന് ഒരു കൊടിയൊക്കെ കടിക്കുകയാണ്. പെട്ടെന്ന് ദൂരം ഇറങ്ങിയതുപോലെ ഇപ്പോഴത്തെ പെട്ടെന്ന് ദൂരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൂതമ്മ നിങ്ങളുടെ വീട്ടിനകത്ത് ഇറങ്ങിയിരിപ്പുണ്ട്. ഹല്ലേലൂയ. പത്രോസിന് വേണ്ടി ജയിലിനകത്ത് ദൂതൻ ഇറങ്ങിയതുപോലെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൂതമ്മ ഇതാ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടിനകത്ത് ഇറങ്ങുകയാണ്. Oh, Rita, Rada, 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 Rama, Reke, 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 Rada, Rama, Reke. Oh, Rita, Rada, 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 Rama, Reke, 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 Rada, Rama, Reke. Yesu Rita, 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 Rada, Rama, Reke, Reke, Rada. Hey, hey, Rada, 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 Reke, Rada, Rada. It's a Rada, 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 Rada. Oh, Rita, Rada, 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 Rama, Reke, 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 Rada, Rama, Reke. Yesu Rita, 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 Rada, Rama. Yesu Rita, 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 Mala, Rita, Mala, Rito, 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 Rama, Rita, Rama, Rita, Rita, Rita. Hey, hey, Rada, Rada, Rita, Rita, Reke, Reke, Rada. Father, ദൈവത്തിന്റെ കരം, Father, കരമിയാണ്. ഇത് പകൽക്കാലം സ്വർഗ്ഗത്തോട് ഇറങ്ങി, Father, ദൈവത്തിന്റെ കരം. Oh, Rita, Rada, 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 Rama, Reke, 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 Rada, Rama, Father, ആ ദൈവത്തിന്റെ കരമോട് ചലിക്കട്ടെ. Father, സ്വർഗ്ഗത്തോട് ഇറങ്ങിയിട്ടുണ്ട്. ആ ദൈവത്തിന് ഭയങ്കര പദ്ധതി, Father, വ്യാപരിക്കുന്ന സ്വർഗ്ഗത്തോട് ഇറങ്ങി. ഇത് പകൽക്കാലം സ്വർഗ്ഗത്തോട് ഇറങ്ങി, Father, ദൈവത്തിന്റെ കരം. Oh, Jesus, 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 Jesus. Father, ദൈവത്തിന്റെ കരയോട് വ്യാപരിക്കുന്ന സ്വർഗ്ഗത്തോട് ഇറങ്ങിയിട്ടുണ്ട്. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വ്യാപരിക്കുന്ന Father, സ്വർഗ്ഗത്തോട് ഇറങ്ങിയിട്ടുണ്ട്. സ്വർഗ്ഗത്തോട് ഇറങ്ങിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ. Oh, Rita, Rada, 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 Rama, Reke, 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 Rada, Rama, Father, ആ ദൈവത്തിന്റെ ഭയങ്കര മകത്തോട് വ്യാപരിക്കുന്ന സ്വർഗ്ഗത്തോട് ഇറങ്ങിയിട്ടുണ്ട്. കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിക്കുക. Father, കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിക്കുക. Father, ആ ദൈവത്തിന്റെ ഭയങ്കര മകത്വം പകൽക്കാലം വ്യാപരിക്കുകയാണ്. സ്വർഗ്ഗത്തോട് ഇറങ്ങിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ. Rita, Rada, 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 Rama, Reke, Reke. Oh, Rita, Rada, Rada, Rama, Reke, 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 Rada, Rama, Reke, Reke, Rada. Rita, Rada, Rada, Rama, Reke, Reke, Rada. Father, ഭയങ്കരമായ ദൈവത്തിന്റെ ജനങ്ങളുടെ പകൽക്കാല കരങ്ങളെടുത്ത് ആരാധിക്കുക. Father, സ്വർഗ്ഗത്തോട് ഇറങ്ങി, Father. Oh, Rita, Rada, 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 Rama, Reke, 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 Rada, Rama. Yesu Rita, 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 Mala, Rita, Mala, Rito, 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 Rama, Rita, Mala, Rita, 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 Rada, 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 Rama, Reke, 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 Rada, Rama, Reke. Father, ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വ്യാപരിക്കുന്ന പകൽക്കാലം സ്വർഗ്ഗത്തോട് ഇറങ്ങിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ. Oh, Rita, Rada, 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 Rama, Reke, 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 Rada. Rita, Rada, Rama, Reke, 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 Rada, Rama, Reke, Reke, Rada. യേശുവിന്റെ Father, ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ആ ദൈവത്തിന്റെ കരം ചലിക്കുന്ന ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. Father, സ്വർഗ്ഗത്തോട് ഇറങ്ങി നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുക. Oh, Rita, Rada, 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 Rama, Reke, 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 Rada. ഇത് പകൽക്കാലം ദൂതന്മാർ ഇറങ്ങി നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ജയിലിൽ പത്രോസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ഇന്ന് പകൽക്കാലം സ്വർഗ്ഗത്തിലെ ദൂതന്മാരെ ഇറങ്ങി. സ്വർഗ്ഗദൂതന്മാരെ ഇറങ്ങി. സ്വർഗ്ഗദൂതന്മാരെ ഇറങ്ങി. സ്വർഗ്ഗദൂതന്മാരെ ഇറങ്ങി. Father, നിങ്ങൾക്ക് വേണ്ടി അവർ നിങ്ങളെ പുറത്തു കൊണ്ട് വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇവിടെ വെളിപ്പെടുകയാണ്. Oh, Rita, Rada, 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 Rama, Reke, Reke, Rada, Rama. കർത്താവിന്റെ ഭയങ്കര മകത്വം ഫാദറിന്റെ ചലിക്കുന്നു. കർത്താവിന്റെ ഭയങ്കര മകത്വം ഫാദറിനെ ചലിക്കുന്നു. ഭയങ്കരമായ ദൈവശക്തി ചലിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഒരു അത്ഭുതം നടക്കുകയാണ്. പെട്ടെന്ന് 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 ഭയങ്കര ഗ്ലോറിയാവരും. Oh, Rita, പെട്ടെന്ന് 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 നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് കരം ചലിക്കുകയാണ്. ദൈവത്തിന്റെ കരം ഫാദറെ ചലിക്കുന്നു. ഓ, പെട്ടെന്ന് പെട്ടെന്ന് ദൈവത്തിന്റെ കരം നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലെ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. ഫാദർ ദൂതന്മാരോട് ഇറങ്ങിയിട്ടുണ്ട്. ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ഇന്ന് തന്നെ ആ ബ്രദർ സൗഖ്യത്തോട് ഇരിക്കുകയാണ്. അവർ ഓടി നടക്കുക.
എല്ലാ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കി നിങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൂതന്മാർ നിങ്ങളുടെ വീട്ടിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആ ബ്രദറിനെ ഫാദറിനെ എഴുന്നേൽപ്പിക്കുകയാണ്. എഴുന്നേൽപ്പി എല്ലാ രോഗം ആഴ്ച മതി. ആ ബ്രദറിനെ വിടുവിക്കണേ ഫാദർ. ഓ രീഷ ആരാധ ഇപ്പോൾ പെട്ടെന്ന് ആ ദൈവത്തിന്റെ കര നിങ്ങൾക്ക് വെളിപ്പെടുകയാണ്. പെട്ടെന്ന് ദൈവത്തിന്റെ കര വീട്ടിനകത്ത് ദൈവശക്തി ചലിക്കുകയാണ്. ആ പെട്ടെന്ന് ദൈവത്തിന്റെ കര വെളിപ്പെടുകയാണ്. പെട്ടെന്ന് ദൈവത്തിന്റെ കര ചലിക്കട്ടെ ഫാദറെ. പെട്ടെന്ന് ദൈവത്തിന്റെ കര ചലി ഫാദറെ. ആ ദൈവം ഭയങ്കര മകത്തോടെ വ്യാപരിക്കുന്നത് പെട്ടെന്ന് ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ കര നിങ്ങൾക്ക് വെളിപ്പെടുകയാണ്. ആ കടഭാരത്തിന്റെ മേൽ പെട്ടെന്ന് ഒരു ദൈവ പ്രവൃത്തി സ്വർഗ്ഗം ചെയ്യുകയാണ്. ഓ ജീസസ്, ഭയങ്കര മകത്തെ ഫാദറിനെ കർത്താവ് ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവം ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ഒരു ദൈവം പ്രവൃത്തി, പെട്ടെന്ന് ദൈവം നിങ്ങളെ ഉയർത്തി മാനിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. കർത്താവ് ഇന്ന് പകൽക്കാലം ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവർ അനുഗ്രഹമായി മാറട്ടപ്പ. അടുത്തേഴ്ച വരുമ്പോൾ ഇവരെല്ലാം അത്ഭുത സാക്ഷ്യമായിട്ട് ദൈവം നിർത്താൻ പോകുന്നതിന് നന്ദി. ഒരു അത്ഭുത സാക്ഷ്യമായിട്ട് ദൈവം നിർത്താൻ പോകുന്നതിന് നന്ദി. ഒരു അത്ഭുത സാക്ഷ്യമായിട്ട് ദൈവം വരെ നിർത്താൻ പോകുന്നതിന് നന്ദി. അടുത്ത ഞായറാഴ്ച തന്നെ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ ദൈവം ഇവർക്ക് ചെയ്യാൻ പോകുന്നതിന് നന്ദി. പെട്ടെന്ന് വലിയ അത്ഭുതങ്ങൾ കർത്താവ് ഇവർക്ക് ചെയ്തതിനായി സ്തോത്രം. പെട്ടെന്ന് വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തതിനായി സ്തോത്രം. ഫാദർ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വ്യാപരിക്കുകയാണ്. ഈ ഫാദർ ദൈവത്തിന് ഭയങ്കര മകത്തോടെ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പെട്ടെന്ന് ദൈവപ്പെടുത്തി വെളിപ്പെടുകയാണ്. പെട്ടെന്ന് കർത്താവ് ആ വാക്ക് വീണ്ടും പറയാം. പെട്ടെന്ന് ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. പെട്ടെന്ന് ഇനി അധിക ദിവസം നിങ്ങൾ കരയേണ്ടി വരില്ല. ഇനി നിങ്ങൾ കരയേണ്ടി വരത്തില്ല. പെട്ടെന്ന് തന്നെ ദൈവപ്രവൃത്തികൾ കാണും. പെട്ടെന്ന് തന്നെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണാൻ പോകുകയാണ്. പെട്ടെന്ന് നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണാൻ പോവുകയാണ്. പെട്ടെന്ന് ഒരു ദൈവ പ്രവൃത്തികൾ കാണാൻ പോവുകയാണ്. നിങ്ങളത് അനുഭവിക്കുന്ന വേദനയ്ക്ക്, നിങ്ങളത് കുടിക്കുന്ന കണ്ണുനീരിന് പെട്ടെന്ന് ഒരു മറുപടി ദൈവം തരാൻ പോവുകയാണ്. പെട്ടെന്ന് ഒരു അനുഗ്രഹങ്ങൾ വിടുന്നത് വെളിപ്പെടുകയാണ്. നിങ്ങൾ വർഷങ്ങളായി കരയുന്ന വിഷയത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. പെട്ടെന്ന് ദൈവം ഒരു മറുപടി തരാൻ പോകുകയാണ്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ ദൂതൻ ഇറങ്ങി വന്ന് ജയിലിൽ പത്രോസിനെ ചങ്ങലകൾ അഴിച്ചു മാറ്റി പുറത്തു കൊണ്ട് വന്നതുപോലെ ഇന്ന് പകൽക്കാലം പെട്ടെന്ന് ഒരു ദൈവ പ്രവൃത്തി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ ഇവരെ ഞാൻ ബ്ലസ് ചെയ്തപ്പ. ഇവരെ ഞാൻ ബ്ലസ് ചെയ്തു. എല്ലാവരും അനുഗ്രഹമായി മാറട്ടെ. എല്ലാവരും അത്ഭുതമായി മാറട്ടെ. പെട്ടെന്നൊരു അത്ഭുതം. ഇവരുടെ വീടിനത് ദൂതന്മാർ ഇറങ്ങിയിരുന്നത് പെട്ടെന്നൊരു അത്ഭുതം. എല്ലാവരും ഞെട്ടുമാറി. പെട്ടെന്നൊരു അത്ഭുതം. എന്റെ ദൈവം ഇപ്പോൾ ഇവർക്ക് ചെയ്യാൻ പോകുന്ന സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവിന്റെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിന്റെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കുന്നത് രോഗികളെല്ലാം സൗഖ്യമാകണം. ഇപ്പോതന്നെ ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുകയാണ്. ഈ ഒരു സൈഡ് വയറുവേദന ഭാരപ്പെടുത്തി ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സൈഡ് വേദനയെല്ലാം ഇപ്പൊ സൗഖ്യമാവുകയാണ്. നിങ്ങളോട് കരുവെടുത്ത് പിടിച്ചു. ഇപ്പോൾ തന്നെ എല്ലാ ഒരു സൈഡ് വേദന ഭാരപ്പെടുന്നവർ എല്ലാ രോഗം അഴിഞ്ഞു മാറുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ഗ്യാസിന്റെ പ്രശ്നമായിട്ട് ഭാരപ്പെടുന്നവർ, നെഞ്ചിൽ എന്തോ ഇരിക്കുമ്പോൾ ഭാരപ്പെടുന്നവർ എല്ലാം ഇപ്പോൾ തന്നെ കർത്താവ് സൗഖ്യമാകുകയാണ്. നെഞ്ചിന്റെ അകത്ത് എന്തോ ഇരിക്കും പോലെ അങ്ങനെ ഭാരപ്പെടുന്നത് ഇപ്പോൾ കർത്താവ് സൗഖ്യമാകുകയാണ്. നെഞ്ചിന്റെ അകത്ത് ഉരുണ്ടുരുണ്ട് കയറുമ്പോഴത്തെ അവസ്ഥകളെല്ലാം മാറുകയാണ്. ഇപ്പോൾ തന്നെ സ്വർഗ്ഗം ഇറങ്ങി നിങ്ങൾ തൊടുകയാണ്. നെഞ്ചിലെല്ലാം മാറുന്നു. ഉരുണ്ടുരുണ്ട് കയറുന്ന അവസ്ഥയെല്ലാം മാറുകയാണ്. ഇങ്ങനെ കൊളുത്തി പിടിക്കുന്ന അവസ്ഥയെല്ലാം മാറുകയാണ്. ഇങ്ങനെ കൊളുത്തി പിടിക്കുന്ന കുത്തിയുള്ള എല്ലാ വേദനകളും ഇപ്പോതന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായി കൽപ്പിക്കുന്നു. ഇപ്പോതന്നെ സൗഖ്യമാണ്. നെഞ്ചിന്റെ കുത്തിയുള്ള വേദനകൾ, എന്താ ഉരുണ്ടിട്ട് കയറുമ്പോൾ വേദന, എല്ലാ വേദനകളും ഇപ്പോതന്നെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോതന്നെ സൗഖ്യമായി കൽപ്പിക്കുന്നു. തൊണ്ടവേദനയെല്ലാം മാറുകയാണ്. തൊണ്ടയിലെ പ്രശ്നങ്ങളിൽ അപ്രത്യക്ഷമാകുകയാണ്. ഇന്ന് പകൽക്കാലം തൈറോയിഡുകൾ മാറുകയാണ്. നടുവിന്റെ വിഷയങ്ങളെല്ലാം സൗഖ്യമാണ്. കാലിന്റെ വേദനയെല്ലാം സൗഖ്യമാണ്. ഇപ്പോൾ തന്നെ കാലിന്റെ എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറുകയാണ്. എല്ലാ നടുവേദനകളും ഇപ്പോൾ സൗഖ്യമാവുകയാണ്. ഇന്ന് പകൽക്കാലം സകല രോഗബന്ധനങ്ങൾ ഇന്ന് പകൽക്കാലം വിട്ടുമാറാൻ കൽപ്പിക്കുകയാണ്. എല്ലാ യൂട്രസിലെ പ്രശ്നങ്ങൾ മാറുകയാണ്. വായില്ലാത്ത വേദനകൾ സൗഖ്യമാകുകയാണ്. ബ്ലീഡിങ്ങുകൾ അപ്രത്യക്ഷമാകുകയാണ്. ബ്ലീഡിങ്ങുകൾ മാറിപ്പോവുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്.
ഇപ്പോൾ തന്നെ സ്വർഗ്ഗം ഇറങ്ങി നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ എല്ലാ ബ്ലീഡിങ്ങുകൾ അപ്രത്യക്ഷമാക്കി അങ്ങനെ പറയാൻ പറയുന്നു. അങ്ങനെയുള്ള എല്ലാം കരയെടുത്ത് പിടിച്ചു. ഇപ്പോൾ തന്നെ എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലം വിട്ടുമാറി. എല്ലാ ബ്ലീഡിങ്ങുകൾ വിട്ടുമാറട്ടെ. കാലിന്റെ പ്രശ്നങ്ങളെല്ലാം മാറട്ടെ. ഇപ്പോൾ തന്നെ ഭയങ്കര സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. ഭയങ്കര വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു സൗഖ്യമാകട്ടെ. കർത്താവേ ഇപ്പോൾ തന്നെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശീർവാദം നമ്മുടെ കർത്താവേ യേശുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധ സംസർഗം കൂട്ടായി ഇന്ന് എല്ലാവരും നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുവിനെ ഇന്ന്